അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് കാണണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നോക്കിയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യണ പണി എന്ന് വെച്ചാൽ ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സിഡ് ജാർ എടുത്തിട്ട് അതിലേക്കൊരു 1/2 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇനി വാനില എസൻസിൻ്റെ പ്രശ്നമൊന്നുമില്ല, അതൊന്നും ഇല്ലാത്തവർക്കൊക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ഏലക്കായും ഒരു 2 ഗ്രാമ്പും അതുപോലെ തന്നെ ചെറിയൊരു കറാമ്പട്ട ഇട്ടിട്ട് പഞ്ചസാര നല്ലോണം അങ്ങോട്ട് പൊടിച്ചെടുത്തിട്ട് എൻ്റെ പൊന്നോ അതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു പലഹാരത്തിന് രുചി കൂട്ടുന്നതും. അപ്പോൾ ഈ വാനില എസൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇല്ലാതിരിക്കും, പക്ഷേ നേന്ത്രപ്പഴം ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളെ വീട്ടിൽ കറുത്തു പോകും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇത് നല്ലൊരു ഉപകാരപ്പെടുക. അപ്പോൾ അത് പഞ്ചസാര പൊടിച്ചത് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ വീണ്ടും വേണ്ടത് എന്താ അറിയോ, ഒരു മിക്സിഡ് ജാർ തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ജാറ് ഇതുപോലെ വലിയ ജാറല്ല, ഒരു ഇടത്തരായും ജാറ് നമ്മളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതന്നെ അങ്ങോട്ട് എടുത്തോളൂ. ഞാനിപ്പോൾ കുഞ്ഞ് ജാറാണ് പഞ്ചസാര പൊടിച്ചത്. അപ്പോൾ എന്താ പറയുക, പഞ്ചസാരയിൽ നമ്മൾ ഈ ഒരു ഏലക്കായും ഗ്രാമ്പും കറാമ്പട്ടയൊക്കെ ചേർത്തുകൊണ്ട് പൊടിഞ്ഞ് കിട്ടാൻ നല്ല മൂർച്ചുള്ള ജാറ് നോക്കിയിട്ട് ഞാൻ എടുത്താണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മിക്സിൻ്റെ ജാറ് വലിയ ജാറൊക്കെ നല്ല മൂർച്ചുണ്ടെങ്കിൽ അതിൽ തന്നെ പഞ്ചസാര പൊടിക്കുക. എന്നിട്ട് ആ പൊടിഞ്ഞ പഞ്ചസാരയിലേക്ക് തന്നെ ഇതുപോലെ ഒരു 3 കോഴിമുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട നോക്കിയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ആ പൊഴുത്ത് നല്ലോണം കറുത്തമ്പിളിയായിട്ടുള്ള ആ ഒരു നേന്ത്രപ്പഴം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കട്ടോ. ഇനിയിപ്പോൾ നേന്ത്രപ്പഴം കറുത്തിട്ടില്ലെങ്കിലും നിങ്ങൾ സാധാരണ അത്യാവശ്യം പഴുപ്പത്തെ നേന്ത്രപ്പഴം വെച്ചിട്ട് ഇത് ചെയ്ത് നോളി. കാരണം ഇത് വൈകുന്നേരത്തെ ചായൻ്റെ കൂടെയും പിന്നെ നമ്മൾ വീട്ടിൽ ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഇത് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് ബേക്കറിയിൽ നിന്നും കൂടി കിട്ടില്ല ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം. അപ്പം ഞാൻ ആ ഒരു നേന്ത്രപ്പഴം 2ഉം കട്ട് ചെയ്ത് കൊടുത്ത് അതിലേക്ക് ഞാൻ ആ പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ പഞ്ചസാര ഈ ഒരു പഴവും മുട്ടയൊക്കെ ഇടുന്ന ജാറിൽ തന്നെ ഇട്ട് പൊടിച്ച് കഴിഞ്ഞാൽ 2 മിക്സിൻ്റെ ജാറിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഞാനിപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചത്. ഏതായാലും ഇതും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് സാധാരണ ഓയിൽ, ഇനിയിപ്പോൾ സൺഫ്ലവർ ഓയിലായാലും വേണ്ടില്ല, ആ കട്ടിക്കൻ ഓയിലായാലും വേണ്ടില്ല, ഏതായാലും വേണ്ടില്ല, ഒരു 1/4 ഗ്ലാസ് അതായത് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഇങ്ങോട്ട് അടിച്ചെടുക്കട്ടോ. അപ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ട്. ആ ഒരു നല്ല പഴുത്ത് കറുത്ത നേന്ത്രപ്പഴത്തിൻ്റെ ആ ഒരു സ്മെല്ലും പിന്നെ പഞ്ചസാരയിൽ പിന്നെ നല്ല നല്ല സാധനങ്ങൾ ചേർത്തുകൊണ്ട് അതിൻ്റെ ഒരു സ്മെല്ലും എല്ലാം കൂടി ആയതുകൊണ്ട് തന്നെ നല്ലോണം ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ മിക്സിൻ്റെ ജാറിൽ ഒരു തിരി മാത്രമല്ല കുറച്ച് കൂടുതൽ തന്നെ പറ്റി പിടിച്ചൊക്കെ കിടക്കും. അപ്പോൾ ഇത് നമുക്ക് വെള്ളം ചേർത്തിട്ടൊന്നും ചുഴറ്റിയെടുക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ എന്താ ചെയ്തത്, നല്ലോണം കൈയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നല്ലോണം അങ്ങോട്ട് വടിച്ചെടുത്തിട്ട് മിക്സിൻ്റെ ജാറ് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മൈദ ഒന്ന് തരിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു മൈദ തരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് അപ്പക്കാരുണ്ടല്ലോ ബേക്കിംഗ് സോഡ, അത് ഒരു 1/2 ടേബിൾ സ്പൂണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ്. കാരണം നല്ല നേന്ത്രപ്പഴമാണ്, നല്ല മധുരമാണ്, നല്ലോണം പഴുത്തുകൊണ്ട് തന്നെ നല്ല മധുരമുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ആ ഒരു മധുരത്തേക്ക് 1/2 ഗ്ലാസ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഒരു ഇട്ട് കൊടുക്കണത് കേട്ടോ. അപ്പോൾ അപ്പോൾ മൈദൻ്റെ അളവ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, വിട്ടുപോയതാണ്. ഒരു കപ്പ് മൈദ, 2 നേന്ത്രപ്പഴത്തിലേക്ക് 1 കപ്പ് മൈദ, 3 കോഴിമുട്ടൊക്കെ വെച്ച് ചെയ്യണോണ്ട് തന്നെ 1 കപ്പ് മൈദയും ഒരു ഉപ്പും പിന്നെ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നില്ല, ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ നമ്മൾ ഈ ഒരു അരിപ്പിൽ വെച്ച് അരിക്കണോണ്ട് ഇതെല്ലാം മിക്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 2-3 പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കുക. ഞാനിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് 2 പ്രാവശ്യമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ആ ഒരു മുട്ടയുടെ പഴത്തിൻ്റെ ഒക്കെ ഒരു മിക്സ് ബാറ്റർ ഉണ്ടല്ലോ അതിലേക്ക് ഇത് പകുതി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ എന്താണ് നിങ്ങളെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങോട്ട് കുത്തി ഇളക്കിയൊന്നും മിക്സ് ചെയ്യണ്ട കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പലഹാരം ഹാർഡായിട്ട് പോവും. നല്ല സോഫ്റ്റായിട്ട് നിങ്ങൾ കണ്ടില്ല ഞാൻ കട്ട് ചെയ്യണത്, ആ ഒരു നല്ല സോഫ്റ്റിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ബാറ്ററും ഈ ഒരു മൈദമാവും നല്ലോണം ഒന്ന് കൂടി ചേരുന്ന വരെ 2 പ്രാവശ്യമാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു പൊടിയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചതുപോലൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ നടുവിലൂടെ ഒന്ന് ആ ഒരു സ്പാച്ചിലൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കട്ട പിടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ആ കട്ടകളൊക്കെ ഉടയാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബാറ്റർ ഉള്ളത്. ഇനിയിപ്പോൾ ഇത് കുറച്ചൊരു തിക്കായിട്ടൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു തുള്ളി ഒരു 2 ടേബിൾ സ്പൂണ് പാലോ അതല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണ് സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ ആക്കിയെടുക്കണം. ഇനി നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധാരണ ചായപാത്രം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചായപാത്രം വെച്ചിട്ട് പിന്നെ ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ബട്ടർ പേപ്പർ ഒന്നും ചെയ്യണില്ല. ബട്ടർ പേപ്പർ ഇല്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ബട്ടർ പേപ്പർ വെക്കാത്തതുകൊണ്ട് തന്നെ ഒരു ലേശം ഒരു ഇത്തിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ നമ്മൾ മൈദയോ ഗോതമ്പ് പൊടി എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് ഒന്നിങ്ങനെ കൊട്ടിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതാ ഞാൻ ഒരു നുരുമ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണൊക്കെ മൈദ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ ഈ ഒരു ബക്ക് ഭാഗം നമുക്ക് ഈ ഒരു കേക്കെന്നോ അല്ലെങ്കിൽ പഴപ്പലഹാരമെന്നോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ കേട്ടോ. കാരണം ഇത് പറയാൻ ആവില്ല, അത്രക്കും ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടെ മൈദ എടുത്തിട്ട് ഇതാ നല്ലോണം ഒന്ന് ചുറ്റൊന്ന് കൊട്ടി കൊടുക്കുന്നുണ്ട്. കാരണം എന്താ അറിയോ, ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗമൊക്കെ കുറച്ച് തോനെ ഇതാ ഈ ഒരു മുകൾ ഭാഗം വരെ ഒന്ന് കവർ ചെയ്യണം. കാരണം എന്താ അറിയോ, നമ്മൾ ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ ഇത് പൊങ്ങി വരും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ബട്ടർ പേപ്പർ വെക്കാതിരിക്കണോണ്ട് തന്നെ അവിടേക്കൊക്കെ മൈദേൻ്റെ കോട്ടിങ് വേണം. അപ്പോൾ ഇതാ നമ്മുടെ പാത്രം ഇവിടെ സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പാത്രത്തിലും ചെയ്തെടുക്കട്ടോ. നിങ്ങൾ വീട്ടിൽ കറിപ്പാത്രം ഉണ്ടെങ്കിലും അതിലേക്ക് കേക്കിൻ്റെ ടിന്നോ കേക്ക് മോൾഡോ അങ്ങനത്തെ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് പെട്ടെന്ന് 2-3 പഴമൊക്കെ കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് അതിനിപ്പം കഴിക്കാനും വയ്യ ഒഴിവാക്കാനും വയ്യ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് വളരെ സിമ്പിളായ രീതിയിൽ ഒരു കാണിച്ചു തരലാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ഈ ഒരു ചായപാത്രം എടുത്തതും ബട്ടർ പേപ്പർ ഒഴിവാക്കിയതും അതുപോലെ തന്നെ വാനില എസൻസ് ഒഴിവാക്കിയതൊക്കെ സാധാരണക്കാരായ ആളുകൾക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന രീതിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് ഇതുപോലൊരു കുക്കറിൽ വെച്ചിട്ടാണ്. അപ്പോൾ കുക്കർ ഞാൻ കുറച്ച് സമയം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് കത്തിച്ചു. നല്ലോണം ചൂടായതിന് ശേഷം ഇതാ ഈ ഒരു കേക്ക് ബാറ്റർ ഇതിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് തന്നെ വെച്ചെടുക്കണം. കാരണം കുക്കർ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൈയൊക്കെ അതിൻ്റെ വക്കുമലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പൊള്ളി പോവും. പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുക്കർക്ക് വെച്ച് ഒന്നും കൂടെ കാണിച്ചു തരാം. നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ കുക്കർ നല്ലോണം ചൂടാവും വേണം. അപ്പോൾ ഞാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. കാരണം ഇനി ഈ ഒരു ട്രൈപോഡും അതുപോലെ തന്നെ ക്യാമറയും എല്ലാം കൂടെ ആ ഒരു ഗ്യാസിൻ്റെ അടുക്ക് കൊണ്ടുപോകണ്ടേ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. ഇങ്ങനെ ചൂടാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചത്. ഏതായാലും കൊണ്ട് വെക്കേണ്ടി വരും. നിങ്ങൾക്ക് ഈ കേക്ക് നല്ലോണം പൊങ്ങി വരണമൊക്കെ ഒന്ന് കാണിച്ച് തരാനൊക്കെ ഉണ്ട്. എന്നാലും ഇതാ വെച്ചെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്താ വെച്ചാൽ ഇതാ ഈ ഒരു മൂടി വെച്ചിട്ട് നല്ലവണ്ണം മൂടി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു പ്രഷറിൻ്റെ വിസിലുണ്ടല്ലോ അതങ്ങോട്ട് മാറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അടുപ്പിലോട്ട് വെച്ചിട്ട് ഒരു 35-40 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തുറന്ന് നോക്കുമ്പോൾ മാഷാ അല്ലാഹ് അടിപൊളിയായിട്ട് തന്നെ നല്ലോണം, ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു കേക്ക് ബാറ്റർ ഈ ഒരു പാത്രം നിറച്ചുകൊണ്ടിട്ട് ഈ ഒരു കേക്ക് ഇതിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കാത്തിരിക്കാം. ഇതിപ്പോൾ നല്ല ഹൈറ്റിലായിട്ട് നിൽക്കുന്നത്. ആ ഒരു ചായപാത്രം ഫുള്ളായിട്ടും ഈ ഒരു കേക്ക് ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഇത് നമ്മൾ സോഫ്റ്റാണ്, ഭയങ്കര സോഫ്റ്റാണ്, പഞ്ഞിക്കെട്ടാണ്. ഇത് കാണുമ്പോൾ തന്നെ മുകൾ ഭാഗം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊന്ന് കുഴിഞ്ഞൊന്നും പോവാതെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഏതായാലും ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഈ ഒരു പാത്രമൊക്കെ നല്ലോണം ചൂടാറി. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് ഇതുപോലെ ഒന്നിങ്ങനെ വിടർത്തി കൊടുക്കുക. ഇനിയിപ്പോൾ നല്ലോണം ഒട്ടിപ്പിടിക്കുന്ന കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വല്ല ചട്ടകോ കത്തിയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ സൈഡിലോടൊന്ന് വിടിയിച്ച് കൊടുത്തിട്ട് ഇതുപോലൊന്ന് ഇതാക്കി കൊടുത്താൽ അടിപൊളിയായിട്ട്. നിങ്ങൾ അതിൻ്റെ അടിഭാഗം നല്ലോണം കണ്ടില്ലേ, കരിഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല മട്ടത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ടതാ. കൈയിൻ്റെ വിരലിങ്ങനെ വെക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റാണ് കേട്ടോ. അതാ പഞ്ഞിക്കെട്ടാണ് മക്കളെ.
ഇത് എൻ്റെ അടിഭാഗം ഒന്നും കരിഞ്ഞു പോയിട്ടില്ല. ആ ഒരു മൈദൻ്റെ ആ ഒരു വൈറ്റ് കളർ ചെറുതായിട്ടൊന്ന് കാണുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ സംശയം ഇതിൻ്റെ ഉള്ളിൽ വെന്തിട്ടുണ്ടാവുമെന്നുണ്ടാവില്ലേ? ഈ ഒരു പഴമൊക്കെ വെച്ച് മൈദൊക്കെ വെച്ചിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഉള്ളിൽ വെന്തിട്ടുണ്ടാവുമെന്ന് സംശയമുള്ള ആളുകളുണ്ടെങ്കിൽ ഞാനിത് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ലെയറായിട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഭയങ്കര സോഫ്റ്റും നല്ലോണം കുക്കായി അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ടെന്നുള്ളത്. പിന്നെ ഇതിന് നമ്മൾ വാനില എസൻസ് ഒക്കെ ചേർക്കാത്തതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ചില കേക്കൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരമണിക്കൂർ കഴിഞ്ഞാലും ആ ഒരു മുട്ടൻ്റെ ചുവ ഒന്നും പോയിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഇതുപോലെ പഞ്ചസാരയിൽ ഏലക്ക, ഗ്രാമ്പൂ, കറാമ്പട്ടൊക്കെ വെച്ചിട്ട് പൊട്ടിച്ചിട്ട് ചെയ്യുന്ന ഈ ഒരു കേക്കിന് യാതൊരു വിധത്തിലുള്ള മുട്ടൻ്റെ സ്മെല്ലോ, ഇനിയിപ്പോൾ മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ ഒരു കേക്ക് കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാവും. അത്രക്കും ടേസ്റ്റിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് മുറിച്ച് കഴിക്കാനും പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഈ വാനില എസൻസ് ഒക്കെ ചേർത്തിട്ടുള്ള കേക്കൊക്കെ കഴിക്കണമെങ്കിൽ ഒരു 5-8 മണിക്കൂറെങ്കിലും കഴിഞ്ഞെങ്കിൽ ആ ഒരു മുട്ടൻ്റെ ചുവയൊക്കെ പോവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വാനില എസൻസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തോലും അതില്ലാത്തോലും അതുപോലെ തന്നെ മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തോലൊക്കെ ഉണ്ടെങ്കിൽ വലിയൊരു ഉപകാരമാണ് ഈ ഒരു രീതിയിൽ. നിങ്ങളിനിപ്പം പഴം വെച്ചിട്ട് നല്ല സാധാരണ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ഈ ഒരു രീതിയിൽ നിങ്ങൾ പഞ്ചസാരൊക്കെ പൊടിച്ചിട്ട് ചെയ്തോളേണ്ടി കേട്ടോ. അതിന് പഴം എടുക്കേണ്ടെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇതുപോലെ തന്നെയാണ് നമ്മൾ സ്പോഞ്ച് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നോക്കിയാണെങ്കിൽ കട്ട് ചെയ്തത് പഴിച്ചിട്ട് ഇതാ ഒരു കഷ്ണം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അവൻ്റെ മക്കളെ ഇതിൻ്റെ ഒരു രുചി ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു രുചിയാണ് കേട്ടോ. സാധാരണ കേക്ക് കഴിക്കുന്ന പോലല്ല. എനിക്ക് തോന്നുന്നത് ഏലക്കായും എല്ലാം കൂടെ ആ ഒരു പഞ്ചസാരയും പൊടിഞ്ഞിട്ടാണെന്നാണ് തോന്നുന്നത്. ഒരു അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരൊറ്റ പ്രാവശ്യങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവട്ടെ ഇതിൻ്റെ ടേസ്റ്റ്. അപ്പം ഞാനിതാ ഇതുപോലെ ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു കുഞ്ഞ് പാത്രത്തിൽ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചില്ലേ ഇത്രത്തോളം ഉണ്ട് എന്ന്. അപ്പോൾ കുഞ്ഞ് പാത്രമാണെങ്കിലും നല്ല ഹൈറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ക്യാമറ കുറച്ച് വിട്ട് വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് പാത്രം കുറച്ച് ചെറുതായിട്ടൊക്കെ തോന്നുന്നത്. പാത്രം അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് വലുപ്പമില്ലെങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ലൈക്കൊക്കെ തരുന്ന സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്ന ആളുകളെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലേക്ക് പോകാനുള്ളൊരു ഓപ്ഷൻ കാണും. അവിടെ പോയിട്ട് നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, പിന്നെ വീഡിയോ ഒന്ന് കാണുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യണേ. അപ്പോൾ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ മുമ്പിൽ അവിടെ വന്ന് നിൽക്കുകയും ചെയ്യും. നിങ്ങൾക്ക് അതൊക്കെ കാണുകയും ചെയ്യും, ഒരുപാട് ഉപകാരപ്പെടുകയും ചെയ്യും കേട്ടോ. അത് കണ്ടോളൂ, ഇത് കണ്ടോളി മക്കളെ. ഏതാണ് ഒന്നും പറയാനില്ല കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. ഇപ്പോൾ നല്ല സ്കൂൾ പൂട്ടൊക്കെ ആയി നിൽക്കുമ്പോണ്ടല്ലോ കുട്ടികൾക്കൊക്കെ വൈകുന്നേരമൊക്കെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ആ ഒരു ചായൻ്റെ കൂടെയൊക്കെ നല്ല ചൂടുള്ള ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇത് കഴിക്കുമ്പോൾ എന്താ പറയുക കഴിച്ചുകൊണ്ടേ ഇരിക്കുക. പിന്നെ ഞാൻ വേഗം നിർത്തിയതാണ്, കാരണം ഇത് എഡിറ്റ് ചെയ്യണം, നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇനി ഇൻഷാ അല്ലാഹ് നാളെ ഈ ഒരു സമയത്തേക്ക് ഞാൻ ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരും. അതുവരേക്കും നമ്മൾ എല്ലാ കൂട്ടുകാരും സന്തോഷത്തോടു കൂടി ഇരിക്കുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം ഒരുപാട് പേർക്കുണ്ടാകുന്നൊരു പ്രശ്നമാണ് ഈ പഴം കറുത്ത് പോകുക എന്നുള്ളത്. അപ്പോൾ ഇനി ആ ഒരു ബുദ്ധിമുട്ട് ഇനി ആർക്കും ഉണ്ടാവാൻ പാടില്ല. ആ ഒരു പഴം കറുക്കാത്തൊരു കറുപ്പിക്ക വരെ ചെയ്യുന്ന രീതിയിലുള്ള നല്ലൊരു അടിപൊളി ഒരു വെറൈറ്റി പലഹാരമാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.